ഇതാണ് റെസിസ്റ്റൻസ് ടെസ്റ്റർ. നമ്മുടെ എർത്ത് പൊളിച്ചിടുന്നില്ലേ, അതിൻ്റെ ഓം ചെക്ക് ചെയ്യണ മെഗറാണ്. എർത്ത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെഷീനാണ് ഇത്. ഇത് ഇൻസുലേഷൻ ടെസ്റ്റർ. വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വയറിങ്ങിൽ എവിടെയെങ്കിലും ഇൻസുലേഷൻ പോയിട്ടുണ്ടോ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണ മെഷീനാണിത്. ഇത് ക്ലാം മീറ്ററാണ്. ഈ ക്ലാം മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മീറ്ററിന് ആംബിയർ മാത്രമല്ല വാട്ട്സ് വരെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററാണ്. ഇതിൽ 3 ഫേസ് മോട്ടറിൻ്റെ വാട്ട്സ് വരെ ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനുള്ള ഒരു മീറ്ററാണിത്. ഈ മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലാം മീറ്ററാണ്, ആംബിയർ ചെക്ക് ചെയ്യുക. ഇത് പിന്നെ ഇതിന് പ്രത്യേകത ഉള്ളത് വെച്ചാൽ ഇതിന് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ പറ്റും. മോട്ടറിൻ്റെ കപ്പാസിറ്റർ അല്ലേ, അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാനുള്ള പറ്റുന്ന ഒരു മെഷീനാണത്. പിന്നെ ഇത് ക്ലാം മീറ്റർ. ഈ ക്ലാം മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 60 ആംബിയർ വരെയാണ് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 60 ആംബിയർ വരെ ചെക്ക് ചെയ്യാം. പക്ഷേ ഇത് മില്ലി ആംബിയർ വരെ ഇത് ഫുൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന എർത്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്ന, അതായത് വെറുതെ കറണ്ട് പോകുന്നുണ്ടോ, ELCB നിൽക്കാത്തതുണ്ടോ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ RCCB എത്ര മില്ലി ആംബിയറിലാണ് കട്ട് ഓഫ് ആകുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ മീറ്റർ KCB വെക്കുന്ന മീറ്റർ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ കറണ്ട് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മീറ്ററാണ് ഇത്. ഇത് പിന്നെ നമ്മൾ 3 ഫേസിൽ 3 ഫേസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 വോൾട്ട് മീറ്റർ വെച്ച് സെറ്റ് ചെയ്ത ഒരു മീറ്ററാണിത്. ഇത് നമ്മുടെ വാട്ടറിൻ്റെ TDS ചെക്ക് ചെയ്യാനാണ്. ഇത് നമ്മുടെ വയറിങ്ങിൽ പെടുന്നതല്ല, ഇത് വെള്ളത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്.